ജീവൻ പണയം വെച്ച് സ്വന്തം വീട്ടിൽ കഴിയേണ്ട ഗതികേടിലാണ് കോഴിക്കോട് പെരുവയൽ സ്വദേശി രമണൻ. ഏതു നിമിഷവും നിലം പതിക്കാറായ ടാർപോളിൻ ഷീറ്റ് മറച്ചുകൊണ്ടുള്ള ഒറ്റമുറി വീട്ടിൽ അദ്ദേഹം കഴിയുന്നു. ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ ഇല്ല. അതിദാരിദ്ര്യമുക്ത കേരളമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത ആളുകൾ ഉണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. വയസ്സുണ്ട് രമണന്. ജീവിതം ഈ ഒറ്റമുറി വീട്ടിൽ 3 നേരം മുടങ്ങാതെ ഭക്ഷണം കഴിക്കുക എന്നതുപോലും രമണന് ഇന്നൊരു സ്വപ്നമാണ്. ഈ വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വീടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 4 ഷീറ്റുകൾ വെച്ച് കെട്ടിയ ഒരു സ്ഥലമാണ്. ഈ പ്രത്യേകിച്ച് ഇതൊരു കാട് പോലുള്ള പ്രദേശമാണ്. എങ്ങനെയാണ് ഇതിനുള്ളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ ഞാനിങ്ങനെ ജീവിക്കുന്നത് പറഞ്ഞാൽ മൃഗങ്ങളെയും പേടിക്കുന്നുണ്ട്, എല്ലാത്തിനും പേടിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പൊ പണിക്കൊന്നും പോകാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ ആരെങ്കിലും എന്താ തന്നാ ഇവിടെ നിൽക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരാഴ്ചൻ്റെ പുറത്തായി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഈ ഭക്ഷണമൊക്കെ അതൊക്കെ എങ്ങനെ കഴിച്ചു പോകുന്നു? ഞാൻ തന്നെ പറഞ്ഞില്ലേ ഇവിടെ റേഷനരി 4 കിലോ അരി ഇട്ടു. പിന്നെ റേഷനരി മീനെല്ലാം വാങ്ങാൻ പറ്റുന്നുണ്ടോ? വാങ്ങാൻ കയ്യിൽ പൈസ ഉണ്ട്. ചിലപ്പോൾ വാങ്ങും, ചിലപ്പോൾ വാങ്ങിയാലോ അങ്ങനെയൊക്കെ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ മുളക് പിടിച്ചിട്ടേ ചോറുന്നു. മുളക് ഇപ്പോഴും അത് തന്നെ. സർക്കാരിനോട് പറയാനായിട്ട് നമ്മളാവശ്യത്തിന് ഓരോ പറയാനൊക്കെ ഞാൻ ഇവിടെ കോർപ്പറേഷനിലൊക്കെ ഞാൻ പോയിട്ട് പൊറ്റമ്മയിൽ പാർട്ടിക്കാരോടൊക്കെ പറഞ്ഞിട്ട് ആരും ഈ പുര വീണ് കിടന്ന സമയത്ത് ആരും. ഏത് പാർട്ടിക്കാരായിരുന്നു? അത് നമ്മളെ മാർക്കറ്റ് തന്നെ ഒരു ആടെ പോയി പറഞ്ഞു. പിന്നെ അവരോട് പറഞ്ഞിട്ട് ഒരു നോക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞും കൂടി നോക്കിയിട്ടില്ല. ഇവിടെ ഞാനിവിടെ ഒരു ഗ്ലാസ് അരി എടുത്ത് ചോറ് വെച്ചാൽ 3 നേരമാണ് കഴിക്കുന്നത്. ചോറ് മാത്രം 3 നേരം കഴിക്കുന്നത്? ചോറ് വേറെ പീടികയിൽ പോയിട്ടൊരു സാധനം കഴിക്കാൻ പൈസ ഉണ്ട്. ഇവിടെ രാവിലെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് ചോറ് വെക്കും. അത് രാവിലത്തെ കഞ്ഞി ഒഴിക്കും, ഉച്ചയ്ക്ക് ചോറ് വെക്കും, വൈകുന്നേരത്തും കഴിഞ്ഞ് അത് കഴിഞ്ഞു. ഒരു ഗ്ലാസ് അരിയാണ് നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണം. കാരണം വരുമാനമില്ല, തോനത്തുന്ന പൈസ സാധനം വേണ്ടേ, അപ്പോൾ കിട്ടുന്ന അനുസരിച്ച് ജീവിക്കും. തണലാകേണ്ടിയിരുന്ന മകൻ കൂടി മരണപ്പെട്ടതോടെ ജീവിതത്തിൽ തികച്ചും ഒറ്റയ്ക്കാണ്. ഒറ്റമുറി വീട്ടിൽ രമണന് കൂട്ട് പാമ്പും പഴുതാരയുമൊക്കെയാണ്. അടുക്കളയിലെ കാലിക്കുപ്പികൾ പറയും ഈ വീട്ടിലെ ദാരിദ്ര്യത്തിന്റെ യഥാർത്ഥ കഥകൾ. ഇതാണ് ഈ വീട്ടിലെ കുളിമുറി, ശുചിമുറി എന്നൊക്കെ പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിന്റെ ഒരു അവസ്ഥ. എന്താ ഇവിടെയാണോ കുളിക്കാറ്? എന്താ ഇത് നന്നാക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലേ? അതൊന്നുമില്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നന്നാക്കാം. ഒരാളെ വിളിച്ച് നന്നാക്കണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ. സർക്കാർ സഹായങ്ങളൊന്നും രമണനെ തേടി എത്തിയിട്ടില്ല. ഇനി അങ്ങനെ ഒരു പ്രതീക്ഷയുമില്ല. ഇനി എത്ര നാളെന്ന ചോദ്യം മാത്രമാണ് ബാക്കി. ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് ദാരിദ്ര്യത്തിന്റെ മാത്രം കഥയല്ല. ഈ മനുഷ്യനെ കാണാതെ പോയത് നമ്മുടെ ഭരണകൂടമാണ്. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. പക്ഷേ അപ്പോഴും 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത, വാർദ്ധക്യ സഹജമായ അസുഖത്താൽ ബുദ്ധിമുട്ടുന്ന, കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഇല്ലാത്ത രമണനെ പോലുള്ള അനേകം പേരുണ്ട് കേരളത്തിൽ. അവരിപ്പോഴും സർക്കാരിന്റെ കനിവ് കാത്ത് കഴിയുകയാണ്. ക്യാമറമാൻ സന്തോഷ് കാവലക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം,